ബഹുജന പ്രകടനത്തോടെയും പൊതുസമ്മേളനത്തോടെയും 2 ദിവസങ്ങളിലായി ചെറുവത്തൂരിൽ നടന്നുവന്ന കർഷക സംഘം കാസർഗോഡ് ജില്ലാ സമ്മേളനം സമാപിച്ചു. ചെറുവത്തൂർ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടന്ന പൊതുസമ്മേളനം കർഷക സംഘം ദേശീയ വൈസ് പ്രസിഡന്റ് ഇ പി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. പൊതുസമ്മേളനത്തിന് മുന്നോടിയായി തിമിരി ബാങ്ക് പരിസരത്ത് നിന്ന് ആരംഭിച്ച ബഹുജന പ്രകടനം ടൗണിലെ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ സമാപിച്ചു. പൊതുസമ്മേളനം കർഷക സംഘം ദേശീയ വൈസ് പ്രസിഡന്റ് ഇ പി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. വലിയ തോതിലുള്ള ജീവിത പ്രയാസങ്ങൾ വർദ്ധിച്ചു വരുമെന്നുള്ളതാണ്. നെൽകൃഷിക്കാരെ നിലനിർത്തണമെങ്കിൽ വളത്തിന് സബ്സിഡി കൊടുക്കണം, നെല്ല് ഗവൺമെൻറ് സംഭരിക്കണം, അധ്വാനത്തിൻ്റെ ഫലം നെൽകൃഷിക്കാർക്ക് കൊടുക്കണം. ഇന്ത്യയിലെ പ്രശസ്തനായ കാർഷിക വിദഗ്ധൻ, ശാസ്ത്രജ്ഞൻ, അദ്ദേഹം കുട്ടനാടുകാരനാണ്, സ്വാമിനാഥൻ കമ്മീഷൻ. അദ്ദേഹം പിന്നീട് തമിഴ്നാട്ടിൽ താമസമാക്കി. തമിഴ്നാട്ടിൽ അദ്ദേഹം ഈ കാർഷിക ഗവേഷണത്തിൽ ലോകപ്രശസ്തനാണ്. സ്വാമിനാഥൻ പറഞ്ഞൊരു കാര്യം, കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഉൽപാദന ചിലവിൻ്റെ 1.5 ഇരട്ടിയെങ്കിലും വില കിട്ടിയാൽ മാത്രമേ കൃഷി നിലനിൽക്കൂ, അല്ലെങ്കിൽ കൃഷിക്കാർ ഉപേക്ഷിക്കപ്പെടും. കൃഷി ഉപേക്ഷിച്ചാൽ ആഹാരത്തിൻ്റെ പ്രശ്നം വരും. ഇപ്പം കേരളത്തിൽ നമുക്ക് വേണ്ട അരിയുടെ 1/4 പോലും ഇവിടെ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നില്ല, ഇവിടെ ഇറക്കുമതി ചെയ്യുകയാണ്. കെ കുഞ്ഞിരാമൻ അധ്യക്ഷത വഹിച്ചു. സി എച്ച് കുഞ്ഞമ്പു, പി ജനാർദ്ദനൻ, കെ ആർ ജയാനന്ദ, പി മുഹമ്മദ് റാഫി, എം വി കോമൻ നമ്പ്യാർ, ടി പി ശാന്ത, കെ പി രാമചന്ദ്രൻ, കെ മണികണ്ഠൻ, മാധവൻ മണിയറ, കെ രഘുദേവൻ മാസ്റ്റർ, എം രാജീവൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ.